ദൈവത്തിന് സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാത സമയത്തിനായി ഞാൻ നന്ദിയുള്ള ഹൃദയത്തോടെ കർത്താവിന് സ്തോത്രം ചെയ്യും. ഇരമ്യ പ്രവാചകനോട് ദൈവം പറഞ്ഞ ഒരു വാക്ക് ഇങ്ങനെയാണ്. ഇരമ്യ പ്രവചനം 1:4 യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായതെന്നാൽ നിന്നെ ഉദരത്തിൽ ഉരുവാക്കിയതിനു മുൻപേ ഞാൻ നിന്നെ അറിഞ്ഞു. ദൈവത്തിന് സ്തോത്രം. പ്രവാചകനോട് ദൈവം പറഞ്ഞൊരു വാക്ക്, ഞാൻ നിന്നെ അറിഞ്ഞ ദൈവമാകുന്നു. ദൈവത്തിന് സ്തോത്രം. ഒരു പ്രത്യേകമായ ഒരു ദൗത്യം ഏൽപ്പിക്കുവാനായി ഇരമ്യാവിനെ ദൈവം തിരഞ്ഞെടുക്കുമ്പോൾ താൻ അതിൽ നിന്നും മാറാൻ ശ്രമിച്ചപ്പോൾ ദൈവം തൻ്റെ ദാസനായ ഇരമ്യാവിനോട് പറഞ്ഞൊരു വാക്കാണ്, ഞാൻ നിന്നെ അറിയുന്ന ദൈവമാണ്. ദൈവത്തിന് സ്തോത്രം. എന്നെ ശ്രദ്ധിക്കുന്ന വാത്സല്യ സഹോദരങ്ങളെ, നമ്മെ അറിയുന്ന എത്ര പേര് ഇന്ന് ഭൂമിയിലുണ്ട്? നമുക്ക് ഒരുപാട് ആൾക്കാരെ ഒരുപക്ഷെ അറിയാമായിരിക്കും. നമ്മുടെ ബന്ധുക്കളെ, നമ്മുടെ ചാർച്ചക്കാർ, നമ്മുടെ ഫ്രണ്ട്സ്, അങ്ങനെയുള്ള ഒരുപാട് പേര് നമുക്കറിയാമായിരിക്കാം. പക്ഷേ നമ്മളെ അറിയുന്നവർ ചുരുക്കം പേരായിരിക്കും. ദൈവത്തിന് സ്തോത്രം. എന്നാൽ അവരൊക്കെ നമ്മെ അറിഞ്ഞതുകൊണ്ടും നമുക്ക് വലിയ പ്രയോജനമൊന്നുമില്ല. എന്നാൽ കർത്താവ് ഇന്ന് പകൽക്കാലം നിങ്ങളോട് പറയുകയാണ്, നിങ്ങളെ ഉള്ളതുപോലെ അറിയുന്നവനത്രേ കർത്താവ്. ദൈവത്തിന് സ്തോത്രം. മോശയെ ദൈവം ശുശ്രൂഷയ്ക്കായി വിളിക്കുമ്പോൾ ദൈവം തൻ്റെ ദാസനായ മോശയോട് പറഞ്ഞ വാക്കും ഇത് തന്നെയാണ്, ഞാൻ നിന്നെ അറിയുന്ന ദൈവമാണ്. അബ്രഹാമിനെ ദൈവം വിളിക്കുമ്പോഴും അബ്രഹാമിനോട് ദൈവം പറഞ്ഞത്, ഞാൻ നിന്നെ അറിയുന്ന ദൈവമാകുന്നു. യേശുവിൻ്റെ ശിഷ്യന്മാർ ഓരോരുത്തരെ വിളിക്കുമ്പോഴും അവരോടും യേശു പറഞ്ഞ വാക്കുകൾ ഇതാണ്, ഞാൻ നിങ്ങളെയും നിങ്ങളുടെ അവസ്ഥകളെയും അറിയുന്ന ദൈവമാണ്. സ്തോത്രം. ഒരു പക്ഷെങ്കിൽ ഭൂമിയിലുള്ള മനുഷ്യർക്ക് നമ്മളെ അറിയാമായിരിക്കാം, പക്ഷേ നമ്മളുടെ അവസ്ഥകൾ അവർക്ക് അറിയത്തില്ല. സ്തോത്രം. നമ്മുടെ പുറമേ ഉള്ളതായ ചില കാഴ്ചപ്പാടുകളെ കണ്ടിട്ടാണ് മറ്റുള്ളവർ നമ്മളെ വിധിക്കുന്നതെങ്കിൽ നമ്മുടെ ഉള്ളുകൊണ്ട് നാം എത്രമാത്രം കരയുന്നുവെന്നും നാം ഉള്ളുകൊണ്ട് എത്രമാത്രം വേദനിക്കുന്നുവെന്നും പലപ്പോഴും പലർക്കും അറിയില്ല. എന്നാൽ എന്നെ ശ്രദ്ധിക്കുന്ന സഹോദരങ്ങളെ, നമ്മുടെ ഉള്ളത്തെ അറിയുന്ന അതേ ദൈവജനത്തെ പ്രവചന പുസ്തകത്തിൽ ഇങ്ങനൊരു വാക്യം പറയുന്നുണ്ട്, മനുഷ്യനോ പുറമേ ഉള്ളത് അറിയുന്നു, യഹോവയായ ദൈവമോ ഉള്ളങ്ങളെ അറിയുന്നു. ഞാനും നിങ്ങളും ഈ ദിവസങ്ങളിൽ കടന്നു പോകുന്ന പ്രതികൂലമായ സാഹചര്യങ്ങളെ, വേദനാജനകമായ സാഹചര്യങ്ങളെ ആരോടും പറയാൻ കഴിയാതെ ഉള്ളുകൊണ്ട് പിടഞ്ഞ് ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും വേദനിച്ച് തളർന്നു പോകുന്ന ചില വിഷയത്തിന്മേൽ നമ്മൾ ഭാരപ്പെട്ടിരിക്കുന്നത് നമ്മുടെ കൂടെ താമസിക്കുന്നവർ പോലും കൂടെ ഇരിക്കുന്നവർ പോലും അറിയാതിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് പറയുന്നു, ദൈവം നിങ്ങളെ അറിയുന്ന ദൈവമാണ്. ഉള്ളതുപോലെ. ദൈവത്തിൻ്റെ സ്തോത്രം. ഹന്ന ദൈവത്തിൻ്റെ സന്നിധിയിൽ അതേ ചെന്നിരുന്ന് മൗനമായി നിലവിളിച്ച് പ്രാർത്ഥിച്ചപ്പോൾ പുരോഹിതന് പോലും അവളുടെ ഉള്ളത്തെ അറിയുവാൻ കഴിഞ്ഞില്ല. എന്നാൽ ദൈവം പറയുന്നു, നിന്റെ ഉള്ളത്തെ ഞാൻ അറിഞ്ഞ ദൈവമാണ്. സഹോദരങ്ങളെ, ഇന്ന് പകൽക്കാലം നിങ്ങൾ എത്ര പ്രയാസകരമായ സാഹചര്യത്തിലാണോ കടന്നു പോകുന്നത്, നിങ്ങൾ എത്രമാത്രം അതേ വിങ്ങിപ്പൊട്ടിയ അനുഭവത്തിലാണോ നിങ്ങളുടെ ജീവിതം കഴിക്കുന്നത്, നിങ്ങളുടെ ഹൃദയം തകർന്നിരിക്കുകയാണോ, നിങ്ങളുടെ കണ്ണുകൾ നിറഞ്ഞ് ഇനിയും നിങ്ങൾക്ക് കരയാൻ വയ്യാത്ത നിലയിൽ നിങ്ങൾ വളരെ പ്രയാസപ്പെടുന്നൊരു സാഹചര്യമാണോ, അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം ദൈവം നിങ്ങളെ അറിയുന്നുണ്ട്. നിങ്ങളുടെ ഇല്ലായ്മകൾ അറിയുന്നു, നിങ്ങളുടെ ഭവനത്തിലെ അവസ്ഥകൾ അറിയുന്നു, നിങ്ങളുടെ ശൂന്യതകൾ അറിയുന്നു. ദൈവത്തിന് സ്തോത്രം. സാരാഫത്തിലെ വിധവയുടെ ഭവനത്തിലെ ഇല്ലായ്മകൾ അറിഞ്ഞിട്ട് തൻ്റെ ദാസനായ ഏലിയാവിനെ അവിടേക്ക് പറഞ്ഞു വിട്ട് അവരുടെ പോരായ്മകളെ പരിഹരിച്ചവനായ ദൈവമാണ് നമ്മുടെ ദൈവമെങ്കിൽ ഇന്ന് പകൽക്കാലം നമ്മുടെ ഉള്ളത്തെ അറിയുന്ന ദൈവത്തിന് സ്തോത്രം. പലപ്പോഴും നാം നമ്മളിലേക്ക് തന്നെ യേശുവിനെ സ്വീകരിപ്പാൻ മടിയുള്ളവരാകുമ്പോൾ സക്കായി പറയുന്നു, ഞാൻ എന്ത് ചെയ്യുന്നു? സക്കായിയോട് യേശു പറഞ്ഞു, ഞാൻ ഇന്ന് നിന്റെ കൂടെ വീട്ടിൽ പാർക്കുവാൻ ആഗ്രഹിക്കുന്നു. നമ്മളോട് ചേർന്ന് വരുവാൻ, നമ്മളോട് കൂടെ താമസിക്കുവാൻ, നമ്മളോട് കൂടെ ഇരുന്ന് നമ്മളെ ആശ്വസിപ്പിക്കുവാൻ കർത്താവ് നമ്മുടെ അരികിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് പകൽക്കാലം എത്ര പേർക്ക് ഈ യേശുവിനെ അംഗീകരിക്കാൻ മനസ്സുണ്ട്? ഈ യേശുവിലൊന്ന് വിശ്വസിക്കാൻ നിങ്ങൾക്ക് മനസ്സുണ്ടോ? അങ്ങനെ വിശ്വസിക്കുന്ന പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയാൻ പറയുന്നു, നിങ്ങളെ യേശു അറിയുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. നിങ്ങളുടെ ഇപ്പോഴുള്ള നിങ്ങളുടെ പ്രസന്റ് കണ്ടീഷൻ, നിങ്ങൾ കടന്നു പോകുന്ന വേദനാജനകമായ സാഹചര്യം, നിങ്ങൾ ആരോടും പറയാൻ കഴിയാതെ നിങ്ങളുടെ ശരീരത്തിനകത്ത് കൊണ്ടു നടക്കുന്ന ചില രോഗങ്ങൾ, നിങ്ങളുടെ കടഭാരങ്ങൾ, നിങ്ങളുടെ മക്കളെ ഓർത്ത് നിങ്ങൾ കരയുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബജീവിതത്തിനകത്ത് ചില പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നിങ്ങളത് ആരോടും പറയുവാൻ കഴിയാതെ ഉള്ളിലൊതുക്കി നടക്കുന്നത് യേശുനാഥൻ അറിയുന്നുണ്ട്. യേശു അറിഞ്ഞാലുള്ള പ്രത്യേകത എന്തെന്നറിയാമോ? ആ യേശുവിന് തക്ക പരിഹാരം നൽകുവാൻ സാധിക്കും. ആകയാൽ ഇന്ന് പകൽക്കാലം ഉള്ളതുപോലെ നമ്മെ അറിയുന്ന കർത്താവിൻ്റെ പാദപീഠത്തിൽ നമ്മെ തന്നെ സമർപ്പിച്ച് നമ്മുടെ കുറവുകളെ ഏറ്റുപറഞ്ഞ് കർത്താവിനോട് പറ, കർത്താവേ, എൻ്റെ പ്രശ്നത്തിന് അങ്ങ് പരിഹാരം നൽകണം. യേശു അറിയുന്നു. യേശു നിങ്ങളുടെ കരത്തെ പിടിച്ച് പറയുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്, ഭ്രമിച്ചു നോക്കണ്ട, ഞാൻ നിന്റെ ദൈവമാണ്. ഇന്ന് പകൽക്കാലം ഈ ശബ്ദം നമുക്ക് വേണ്ടി നമ്മളെ അറിയുന്ന ഒരു കർത്താവുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് വിശ്വസിച്ചുകൊണ്ട് നിങ്ങളുടെ ഓരോ കാര്യങ്ങൾ ഇന്നത്തെ നിങ്ങൾ ചെയ്യുക. സർവ്വകൃപാലുവായി ദൈവം ഈ വചനങ്ങളാൽ നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.